ഹലോ, ഇന്ന് നമ്മൾ ഇതുവരെ ഞങ്ങളെ വീട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാണ്ട് ട്രൈ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അമ്മേൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു നമ്മൾ പറഞ്ഞ ഒരു സംഭവമാണ്. ഇത് കണ്ടിട്ട് ആർക്കെയും മനസ്സിലാവുന്നുണ്ട് എന്താ സാധനം. എനിക്ക് മനസ്സിലാവില്ലായിരുന്നു, ഞാൻ ഇത് വാങ്ങാൻ കൂടെ പോയില്ലായിരുന്നെങ്കിൽ. ഇത് മുളകും ഉള്ളിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സാധനം വഴുതനങ്ങയാണ്, ബ്രിഞ്ചോൾ, വേറൊരു ടൈപ്പ് ബ്രിഞ്ചോൾ. അതിൻ്റെ വേറൊരു ഫോട്ടോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇടാം, അത് ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അമ്മ അതിൻ്റെ മേക്കിങ്ങിലാണ്. എണ്ണ അടുപ്പത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കടുക് ഇടുന്നു കുറച്ച്. അത് പൊട്ടുന്ന സമയം കൊണ്ട് എന്താണ് അടുത്ത ഐറ്റം നമ്മളെ ഓക്കെ. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണോ ഈ സാധനം? അല്ലല്ലോ. ഓക്കെ, കണ്ടിട്ട് ഒരു ഇതായ പോലെ ഉണ്ട്, വേവിച്ച പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഉള്ളിയും മുളകും കൂടെ നമ്മൾ ഈ ഇതിലേക്ക് ഇടും. ഇതിനെന്തെങ്കിലും മസാല ആവശ്യമുണ്ടോ? ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഞാൻ ഇതുവരെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല അത്ര സംഭവമാണിത്. വഴുതനങ്ങൻ്റെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആർക്കും വഴുതനങ്ങൻ്റെ ഉപ്പയൊന്നും ഇഷ്ടമല്ല. പക്ഷേ അമ്മ പറഞ്ഞു എന്തോ ഭയങ്കര ടേസ്റ്റാണ്, അവരുടെ വീട്ടിലുണ്ടാക്കിയിരുന്നു എന്നൊരു ഡിഫറെൻറ്റ് വഴുതനങ്ങ. വഴുതനങ്ങ കാണിച്ചു തരുന്നുണ്ട് അമ്മ, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോയിട്ടുണ്ട്. അതുവരെ നമുക്കിത് നോക്കാം. ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഇത് പുറത്ത് നല്ല ലൈറ്റ് ഗ്രീൻ കളർ ചെയ്യുന്നതാണ്. ഇതാണ് ആ വഴുതനങ്ങ. ഞാനതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളൊന്നും നാട്ടിലൊക്കെ ഇഷ്ടംപോലുള്ള വഴുതനങ്ങയാണ്. ഇവിടെ പിങ്ക് കളറിലും വയലറ്റ് കളറിലുള്ള വഴുതനങ്ങയാണ് അധികം ഉള്ളത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന വഴുതനങ്ങയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാവും? നല്ല മണം വരുന്നത് ഈ വറവിൻ്റെ. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഒച്ച ഉണ്ടാവും കേട്ടോ. ഇന്ന് ഞങ്ങൾ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പുറത്തെ പട്ടിക്കുട്ടി കുരയ്ക്കുന്ന വണ്ടി പോകുന്നത് ഒക്കെ, പിന്നെ ഈ ഇളക്കുന്നതിൻ്റെ ഒക്കെ ഒച്ച നല്ല ഒച്ച ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു ട്രയലാണ്, നോക്കാം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നിന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മളിനി കറിവേപ്പില, ഫ്രഷ് ഞങ്ങൾ ഇവിടെ തന്നെ വളരുന്ന കറിവേപ്പിലയാണ്, അത് പറിച്ചു കൊണ്ടുവന്നിട്ട് അടിപൊളി. നോക്കട്ടെ, അതിന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. നോക്കട്ടെ, അപ്പുറത്തെ സൈഡ് അടിപൊളി. അതും ഇതും കൂടെ ഇപ്പം നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇനി ഈ പുഴുക്ക് പോലത്തെ സാധനം, അത് ആക്ച്വലി മുറിച്ച് വെച്ചിട്ടുള്ളൂ, കണ്ടിട്ട് പുഴുക്ക് പോലെ ഉണ്ട്. പുഴുക്ക് പോലെ സാധനമല്ല അത്. അതെന്താണെന്നറിയോ? വഴുതനങ്ങ ആദ്യം മുറിക്കുക ചെറുതായിട്ട്. അതിനകത്ത് ലേശം മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടില്ലേ, അത് നല്ലോണം കൈകൊണ്ട് അമർത്തി എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ വെള്ളം കളയാൻ. അങ്ങനെ ജീവൻ പോയിട്ടോ. നാട്ടിലൊക്കെ ഇല്ലേ അങ്ങനെ ചെയ്യുന്നതാണ് അമ്മയൊക്കെ. അതുകൊണ്ട് നമ്മൾ ചെയ്തെന്നുള്ളൂ. അതിൻ്റെ എനിക്ക് തോന്നുന്നത് വഴുതനങ്ങേൻ്റെ എന്തോ ഒരു ഇത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും, വഴുവഴുത്തരം പോകാൻ വേണ്ടി, എന്തോ പോകാൻ വേണ്ടി അത് പിഴിഞ്ഞിട്ട് എടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ക്ഷീണഭാവം. ഞാൻ പുറത്ത് നടത്തുന്ന നല്ല ഫ്രഷ് സാധനമായിരുന്നു. പക്ഷേ ഉള്ളിൽ കണ്ടു നോക്കുമ്പോൾ അത് വളരെ തളർന്ന് കണ്ടപ്പോൾ ഞാൻ ചെയ്യോ ഇതെന്ത് പറ്റിയെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വഴുതനങ്ങയിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഞെരടി എടുത്തതുകൊണ്ട് അതിലിനി അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഉള്ളി ആദ്യം കടുക് എണ്ണയിലിട്ടത്, ഉള്ളി പച്ചമുളക് വഴറ്റിയിട്ട് അതിൽ ഈ സാധനം ഇത്. ഓക്കെ ശരി, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അത് വൈകുന്നേരം. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ തേങ്ങ കുറച്ച് ചിരകി വെച്ചിട്ട്, നല്ല ഫ്രഷ് തേങ്ങ നമ്മൾ തെങ്ങിൽ തന്നെ ഉണ്ടായതാണ്. പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട്. ഇത് അമ്മ പറയുന്ന അപ്പളം എന്നൊക്കെയാണ്, എനിക്കറിയില്ല എൻ്റെ പേരെന്താ അങ്ങനെ. ഓക്കെ, തമിഴ്നാട്ടിലുള്ള സാധനമാണ് അപ്പളം. ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നതിൻ്റെ പേരിങ്ങനെ. പക്ഷെ എന്നാലും അത് ടേസ്റ്റ് കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ്. ചെറിയ ചെറിയ ജീരകം ഉണ്ട് കണ്ടോ, അപ്പം നല്ല ടേസ്റ്റാണ്. അതാ ഓക്കെ, അടിപൊളി. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞങ്ങളെ അമ്മായി തന്ന വടകാണ്. ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ അമ്മമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു വടക. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഇത് ചുണ്ടങ്ങ എന്ന് പറയും നാട്ടിൽ കിട്ടുന്നത്. കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ചുണ്ടങ്ങ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇപ്പോൾ അധികം അങ്ങനെ കാണാൻ കിട്ടാറില്ല. എന്നാലും ചുണ്ടങ്ങ ഉണ്ടാക്കുന്ന വടകാണിത്, നല്ല ടേസ്റ്റാണ്. അടിപൊളി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വറുത്തെടുക്കുക സാധാരണ ഇതൊക്കെ ഉള്ള പോലെ, മുളക് പപ്പടമൊക്കെ ഉള്ള പോലെ നമുക്കത് വറുത്ത് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ തന്നാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം അമ്മ ഇതൊക്കെ ഇതിനകത്ത് കയറ്റി വെക്കട്ടെ. ആ സമയം കൊണ്ട് ഇത് വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ സാധനം സ്പെഷ്യൽ ഡിഷ് നോക്കട്ടെ എന്താവുന്നുണ്ട് കേട്ടോ. ഇത് തുറക്കട്ടെ. കാണുന്നവർക്ക് ഡിഫറൻസ് ഒന്നുമില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ നേരത്തെ അടച്ച് വെച്ചാൽ അതേപോലെ തന്നെ ഉണ്ട്. എന്തെങ്കിലും വേവ് കൂടിയില്ലേ, അത് കുറച്ച് ഇതായോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം തേങ്ങ ഓക്കെ, തേങ്ങ ഇടാൻ പോകണമെങ്കിൽ നോക്കാം. കണ്ടിട്ട് നല്ല ടേസ്റ്റ്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം വഴുതനങ്ങ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. എന്ത് കറിൻ്റെ കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വാങ്ങാറുമില്ല ഒരു വഴുതനങ്ങയും. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വഴുതനങ്ങ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ വാങ്ങാറില്ല, അതിന് ആർക്കും ഇഷ്ടമല്ല. എന്തായാലും കണ്ടുകൂടാ, എനിക്കിഷ്ടമല്ല. എൻ്റെ അച്ഛനും അങ്ങനെ വലിയ കാര്യമില്ല, അമ്മക്ക് മാത്രം കുറച്ച് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു.
ഇതുവരെ അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊതിയായിട്ടൊന്ന് മാർക്കറ്റിൽ പോയപ്പം വാങ്ങിയതാണ്. ഈ ഒരു തേങ്ങ ഇട്ടു ഇതിനകത്ത്. എന്നിട്ട് ഇനി കുറച്ച് സമയമില്ല ഇതിങ്ങനെ സിമ്മ് ആക്കിയിട്ട് വെച്ചിട്ട് ഇതാ ഈ സിമ്മാക്കി വെച്ചിട്ടുണ്ട്. സിമ്മാക്കിയിട്ട് കുറച്ച് നേരം അത് എന്താ പറയുക ഒന്നൊന്ന് ഡ്രൈ ആയി വരണം. കുറച്ച് സമയം വെക്കണം. വെള്ളം വറ്റണമെന്നാണ്. വെള്ളമൊന്നുമില്ല കണ്ടോ, മോയ്സ്ചർ പോകാൻ വെള്ളമൊന്നുമില്ല. പക്ഷെ ഒന്ന് ഇതായി വരണം, ഫ്രൈ ആയി വരണം. ഫ്രൈ വെച്ചാൽ ഭയങ്കര ഫ്രൈ അല്ല, എങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങി വന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം എന്നാൽ അങ്ങനെ ആയി വരട്ടെ. അപ്പം നമുക്കൊന്നും പ്രത്യേകിച്ച് ഇനി ചെയ്യാനില്ലല്ലോ, പുതിയ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ കാണിക്കാൻ. കാണിക്കാനൊന്നുമില്ല, ലാസ്റ്റ് ആയി കഴിഞ്ഞിട്ട്. ശരി, എന്നാൽ ഞാൻ ഇതൊരു തമ്മിലായിട്ട് ഇടാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ. കഴിച്ചതിന് ശേഷം പറയാം എങ്ങനെയുണ്ട്. ഓക്കെ.